ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം 56-ാമത്തെ ഭാഗം, തൃതീയ സ്കന്ധമാണ്. കപിലോപദേശമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വിവരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഭാഗവതത്തിൻ്റെ ഓരോ ഭഗവാന്റെ ലീലകൾ, കഥാമൃതം നമ്മൾ രസിക്കുമ്പോഴും അതിലടങ്ങിയിരിക്കുന്ന തത്വത്തെ അറിയാതെ പോകരുത്. കപിലോപദേശം എന്ന ഒരു ഭാഗം കൊണ്ട് തന്നെ ഭാഗവതത്തിൻ്റെ സാരാംശം, മർമ്മം, ആ തത്വം, ഭഗവാന്റെ തത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടിത് ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടി കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട ഭാഗമായിട്ട് തന്നെ കരുതുക. അതിൻ്റെ കഴിഞ്ഞ ഭാഗത്തിൻ്റെ തുടർഭാഗം ആണ് ശ്രദ്ധയോടെ കേൾക്കുക. 25-ാമത്തെ തത്വം. അപ്പോൾ ഒരേ ആത്മതത്വത്തെ തന്നെയാണ് നമ്മൾ, ആ ആത്മാവായ പുരുഷനെയാണ് കാലം എന്ന് പുറമേ പറയുന്നതും അകത്തു വരുമ്പോൾ അതിനെ ആത്മാവായി പറയുന്നതും. തൻ്റെ ശക്തിയായ അല്ലെങ്കിൽ തൻ്റെ ശക്തിയാകുന്ന പ്രകൃതിയെ പ്രേരിപ്പിക്കുമ്പോൾ, അതായത് ഈ ആത്മസ്വരൂപനായ കാലകാലനായ ഭഗവാൻ പ്രകൃതിയെ, തൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന തൻ്റെ ശക്തിയായ പ്രകൃതിയെ പ്രേരിപ്പിക്കുമ്പോൾ, ഇപ്പം നമുക്കൊരു ജോലി ചെയ്യണമെങ്കിൽ നമ്മുടെ ശക്തിയെ നമ്മൾ ഉണർത്തിയെടുത്തല്ലേ നമ്മൾ ആ കർമ്മം ചെയ്യുന്നത്. ഉറങ്ങിക്കിടക്കുന്നത് നമുക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോ? നമ്മൾ ഉണർന്നു കഴിഞ്ഞ് നമുക്ക് ഊർജ്ജസ്വലമായ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയെ പ്രേരിപ്പിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ ഭഗവാന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ശക്തി വിശേഷമാണ് പ്രകൃതി. ആ പ്രകൃതിയെ പ്രേരിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്രകൃതി വികാരം പ്രാപിച്ച് അതിൽ നിന്ന് മഹത്തത്വം ഉണ്ടാകുന്നു. പ്രകൃതിയെ ഭഗവാൻ പ്രേരിപ്പിക്കുമ്പോൾ ആ പ്രേരിപ്പിക്കുന്ന ശക്തി കൊണ്ട് പ്രകൃതിക്ക് മാറ്റം സംഭവിച്ച് അതിൽ നിന്ന് മഹത്തത്വം ഉണ്ടാകുന്നു. മഹത്തത്വം, അതാണ് ഒന്നാമത്തെ തത്വം. ആദ്യത്തെ തത്വം ഈശ്വരൻ, രണ്ടാമത്തെ തത്വം പ്രകൃതി, ഭഗവാനിൽ നിന്നുണ്ടായത്. മൂന്നാമത്തെ ആ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന തത്വമാണ് മഹത്തത്വം. മഹത്തത്വം ഉണ്ടാകുന്നു. ആ പ്രപഞ്ചഘടനയാണ് ഞാൻ ഈ പറയുന്നത്. ബ്രഹ്മമാണ്, പരബ്രഹ്മ തേജസ്സാണ് ഒന്നാമത്. ആ ബ്രഹ്മ തേജസ്സിൽ നിന്ന് വികാരം പ്രാപിച്ചാണ് പ്രകൃതി ഉണ്ടായത്. പ്രകൃതിയിൽ നിന്ന് വികാരം സംഭവിച്ച്, മാറ്റം സംഭവിച്ച് മഹത്തത്വം ഉണ്ടാകുന്നു. മഹത്തത്വത്തിൽ നിന്ന് ചിത്തം ഉണ്ടാകുന്നു. അതാണ് അഹം എന്ന ബോധം. അഹം എന്ന ബോധം എന്ന് വെച്ചാൽ എന്താണ്? അഹംകാരം എന്ന തത്വം ഉണ്ടാകുന്നു. മഹത്തത്വത്തിൽ നിന്നാണ് ചിത്തം ഉണ്ടാകുന്നത്. ആ ചിത്തത്തിലാണ് ഞാൻ എന്ന ബോധം ഇരിക്കുന്നത്. ആ ചിത്തത്തിന്റെ ദേവതയാണ് നമ്മുടെ വാസുദേവനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പോൾ ശ്രീകൃഷ്ണനെ അതുകൊണ്ടാണ് പരമാത്മ ചൈതന്യം എന്ന് വിളിക്കുന്നത്. ആ പരമാത്മ ചൈതന്യമാണ് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ, ഓരോരുത്തരുടെയും ചിത്തത്തിന്റെ അധിഷ്ഠാന ദേവതയായി ക്ഷേത്രജ്ഞനായി ഇരിക്കുന്നത്. അപ്പോൾ ആ മഹത്തത്വത്തിൽ നിന്ന് ചിത്തമുണ്ടാകുന്നു. ചിത്തത്തിന്റെ ദേവതയാണ് വാസുദേവൻ. ആ നിർമ്മല, നിർവികാര, പ്രശാന്തത, ഇവയൊക്കെയാണ് ആ ചിത്തത്തിന്റെ വൃത്തികൾ. അപ്പോൾ ഭഗവാനാകുന്ന, വാസുദേവനാകുന്ന ആ ചിത്തത്തിന്റെ അധിഷ്ഠാന ദേവതയുടെ വിശദീകരണമാണ്, അതിന്റെ അടിസ്ഥാന തത്വമാണ് നിർമ്മലത, നിർവികാരത, പ്രശാന്തത. ഇതൊക്കെയല്ലയോ ആത്മചൈതന്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഞാനല്ല, ഈ ശരീരമല്ല ഞാൻ ഈ കാണുന്ന ഈ 24 ഘടകങ്ങളൊന്നും അല്ല. അതിനുള്ളിലിരിക്കുന്ന ഈ പ്രപഞ്ച സൃഷ്ടാവായ ചൈതന്യമാണെന്നുള്ള ആ ഒരു മോക്ഷപദത്തിലേക്ക് ഈ ദേവഹൂതിയെ മകൻ കൊണ്ട് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ആ തത്വത്തിലേക്ക് എത്തുമ്പോൾ ഈ ബ്രഹ്മചൈതന്യത്തിന്റെ നിർവികാരതയും നിഷ്കളങ്കതയും പ്രശാന്തതയുമായിരിക്കും പിന്നീട് ഇവിടെ ജീവിക്കുന്ന, ആ തത്വമറിഞ്ഞ് ജീവിക്കുന്നവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. അല്ലാതെ ഈ ഭൗതികത്തിലുള്ള പ്രക്ഷോഭങ്ങളും അസഹിഷ്ണുതകളും ഒന്നും അപ്പോൾ നമ്മെ ബാധിക്കില്ല. നമ്മൾ വളരെ നിർമ്മലരായി, ശാന്തരായി, നിർവികാരരായി നമ്മൾ ജീവിക്കും. എല്ലാ വികാരങ്ങൾക്കും അടിമപ്പെടുമ്പോഴാണ് നമുക്ക് വളരെ വളരെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ, ഓരോ പ്രക്ഷോഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചിത്തവൃത്തികളാണ് 3 പറഞ്ഞത്. ഈ നിർവികാരത, പ്രശാന്തത, നിർമ്മലത.
മഹത്തത്വത്തിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം ബ്രഹ്മത്തിൽ നിന്ന് പ്രകൃതി, പ്രകൃതിയുടെ നിന്ന് വികാരം മാറ്റം സംഭവിച്ചാണ് ചിത്തമുണ്ടായിരിക്കുന്നത്. ചിത്തത്തിന്റെ അധിഷ്ഠാന ദേവതയാണ് ഭഗവാൻ വാസുദേവൻ. ആ ചിത്തത്തിൽ നിന്നാണ് മഹത്തത്വം, ചിത്തവൃത്തിയിൽ നിന്നാണ് മഹത്തത്വം ഉണ്ടായിരിക്കുന്നത്. ആ മഹത്തത്വത്തിൽ നിന്ന് ചിത്തവൃത്തി ഉണ്ടായിരിക്കുന്നു. ആ ചിത്തമാണ് നമ്മൾ അഹങ്കാരമായി കാണുന്നത്. അപ്പോൾ ബ്രഹ്മം, പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം. ആ അഹങ്കാരമാണ്. അഹങ്കാരം എന്ന് വെച്ചാൽ നമ്മൾ കരുതുന്ന ആ അഹങ്കാരത്തോടെ നടക്കുന്നു, സംസാരിക്കുന്നു എന്ന് പറയുന്നതല്ല. അതിൽ ഞാൻ എന്ന ബോധം, അതാണ്. ആ ബോധത്തിലിരിക്കുന്നത് ആരാണ്? ഞാനെന്ന ബോധം എനിക്ക് തരുന്നത് ആരാണ്? ഭഗവാൻ എന്നിലിരിക്കുമ്പോഴാണ് ഇവിടെ ഞാൻ എന്ന ബോധത്തിൽ ഞാൻ ഇരിക്കുകയും ജീവിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇവിടെ ജീവനോടെ ഇരിക്കുന്നത്. അതാണ് നമ്മുടെ ഉള്ളിലുള്ള ആ അഹങ്കാരം എന്ന് പറയുന്ന തത്വം. അപ്പോൾ അത് മഹത്തത്വത്തിൽ നിന്നാണ് ഉണ്ടായത്. മഹത്തത്വം പ്രകൃതിയിൽ നിന്നുണ്ടായി, പ്രകൃതി പുരുഷനിൽ നിന്നുണ്ടായി. അതാണ് എൻ്റെ ആ മേളിൽ നിന്ന് താപ്പോട്ടുള്ള ആ ചിട്ടയാണത്. ആ ഘടന അനുസരിച്ച് തന്നെ നമ്മൾ പഠിച്ചു വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക, ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിനാണ് ഇത്രയും ലളിതമായി പറഞ്ഞു തരുന്നത്. ഓരോന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിതെല്ലാം പെട്ടെന്ന് ഭഗവാൻ നമുക്കതിനെ അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് തരും. അപ്പോൾ പ്രകൃതിയിലെ ആ അഹങ്കാര തത്വം ഉണ്ടായത് മഹത്തത്വത്തിൽ നിന്ന്. അഹങ്കാര തത്വമാണ് നമ്മളിരിക്കുന്ന ആത്മചൈതന്യം. പ്രകൃതിയിലെ 3 ഗുണങ്ങളോടുള്ള ചേർച്ച കൊണ്ടാണ് അഹങ്കാരം സാത്വികൻ, രാജസം, താമസം എന്നിങ്ങനെ 3 രൂപത്തിലാകുന്നത്. ഈ അഹങ്കാര തത്വം എന്ന് പറയുന്നത് നമ്മളിരിക്കുന്ന ബോധതത്വമാണ്. അതിന് ഗുണവിശേഷങ്ങളില്ല. പക്ഷേ പ്രകൃതിയിലെ 3 ഗുണങ്ങൾ, പ്രകൃതിയാകുന്ന ഈ ശരീരത്തിലെ 3 ഗുണങ്ങളിലേക്ക് ചേരുമ്പോൾ അതിന്റെ ചേർച്ച കൊണ്ടാണ് അഹങ്കാര തത്വത്തിന് സാത്വികം, രാജസം, താമസം എന്നിങ്ങനെയുള്ള 3 രൂപത്തിലുള്ള ഗുണങ്ങൾ വന്ന് 3 വിധത്തിലുള്ള ഗുണങ്ങൾ നിത്യേന നമ്മളിലും ഒരേ ഗുണം തന്നെയുള്ള മനുഷ്യർ ധാരാളമുള്ളതും, സത്വഗുണത്തിലുള്ളവരും രജോ ഗുണത്തിലുള്ളവരും തമോ ഗുണം കൊണ്ട് മാത്രം ജീവിക്കുന്നവരും ഒക്കെ ഉള്ളത് അതിലേക്ക് ഈ ഗുണവിശേഷങ്ങൾ പ്രകൃതിയിലൂടെ ഈ അഹങ്കാര തത്വത്തിലേക്ക് ബാധിക്കുന്നത് കൊണ്ടാണ്. അഹങ്കാര തത്വമില്ലെങ്കിൽ ഈ ഗുണം ഉണ്ടെങ്കിലും അവർ ജഡമാണ്, അവർക്കതിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ആകാശാദി പഞ്ചഭൂതങ്ങൾ എന്നിവ ഉണ്ടാകുന്നത് അഹങ്കാര തത്വത്തിൽ നിന്നാണ്. അപ്പോൾ ആ ഞാൻ എന്ന ബോധത്തിൽ നിന്നാണ്, ബോധത്തിൽ നിന്നാണ് മനസ്സുണ്ടായിരിക്കുന്നത്, ഇന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നത്, ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നത് എല്ലാം. 1000 ഭണങ്ങളോടുകൂടിയ സംഘർഷണനാണ് അഹങ്കാരത്തിന്റെ ദേവത. അപ്പോൾ അഹംബോധം, ഇപ്പൊ ചിത്തത്തിന്റെ ദേവത വാസുദേവൻ എന്ന് പറഞ്ഞു. അതുപോലെ ഈ അഹംബോധത്തിന്റെ ദേവതയാണ് 1000 ഭണങ്ങളോടുകൂടിയ സംഘർഷണൻ. ആ സംഘർഷണൻ ഭൂമിയെ താങ്ങി നിർത്തുന്നതൊക്കെ ഞാൻ മുൻപൊരു അധ്യായത്തിൽ പറഞ്ഞു തന്നിരുന്നു. അഹങ്കാരത്തിന്റെ ദേവതയാണ് സംഘർഷണൻ. സ്വാത്വിക അഹങ്കാരത്തിൽ നിന്ന് മനസ്സുണ്ടാകുന്നു. അപ്പോൾ സ്വാത്വികമായ അഹങ്കാരത്തിൽ നിന്ന് മനസ്സുണ്ടാകുന്നു. മനസ്സിലെ സങ്കല്പങ്ങളും വികല്പങ്ങളും കൊണ്ടാണ് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാത്വികമായിട്ടുള്ള അഹങ്കാരത്തിൽ, സ്വാത്വിക ബോധത്തിൽ നിന്ന് മനസ്സുണ്ടാകുന്നു. മനസ്സിലെ സങ്കല്പങ്ങളും വികല്പങ്ങളും കൊണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. മനസ്സിന്റെ ദേവത അനിരുദ്ധനാണ്. ഇതൊക്കെ മനസ്സിലാക്കുകയും എഴുതി വെക്കുകയും ചെയ്താൽ അത്രയും നല്ലത്. മനസ്സിന്റെ ദേവത അനിരുദ്ധനാണ്. രജോ ഗുണ അഹങ്കാരത്തിൽ നിന്നാണ് ബുദ്ധി ഉണ്ടാകുന്നത്. അപ്പോൾ സത്വഗുണ അഹങ്കാരത്തിൽ നിന്ന് മനസ്സുണ്ടായി, മനസ്സിന്റെ ദേവത അനിരുദ്ധനുണ്ടായി. രജോ ഗുണ അഹങ്കാരത്തിൽ നിന്ന് ബുദ്ധി ഉണ്ടാകുന്നു. ബുദ്ധി തത്വത്തിന്റെ അനുഗ്രഹത്താലാണ് ഇന്ദ്രിയങ്ങൾക്ക് ശബ്ദാദി വിഷയങ്ങളെ പറ്റിയുള്ള ജ്ഞാനമുണ്ടാകുന്നത്. അപ്പോൾ ബുദ്ധി തത്വത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ്, ആ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങളിലൂടെ, അതായത് ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളിലൂടെ നാം നേടിയെടുക്കുന്ന ജ്ഞാനം ഉറയ്ക്കുന്നത്. ബുദ്ധിയുള്ളത് കൊണ്ടാണ്. ബുദ്ധിയില്ലാത്തവൻ എന്തെല്ലാം പ്രകൃതിയിൽ സംഭവിച്ചാലും പുറമേ ഉണ്ടായാലും അതൊന്നും അവന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയില്ല. അതുകൊണ്ടാണ് എത്ര പ്രാവശ്യം ഇപ്പൊ ടീച്ചർ കുട്ടിക്ക് പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കി നിനക്ക് ബുദ്ധിയില്ലേ ഇതൊന്നും മനസ്സിലാക്കാൻ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അത് ശബ്ദത്തിലൂടെ കേൾക്കുന്നത്. അതുപോലെ ഇന്ദ്രിയങ്ങളിലൂടെ, പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്നതെല്ലാം ക്രോഡീകരിക്കണമെങ്കിൽ അവിടെ ബുദ്ധി വേണം.
സംശയം, വിപരീത ജ്ഞാനം, ശരിയായ അറിവ്, ഓർമ്മ, ഉറക്കം എന്നിവ ബുദ്ധിയുടെ വൃത്തികളാണ്. ഇപ്പൊ മനസ്സിന്റെ വൃത്തികൾ നമ്മൾ പറഞ്ഞ്, ആത്മാവിന്റെ വൃത്തികളാണ് 3 മുമ്പേ പറഞ്ഞ്, മനോവൃത്തികൾ. അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വൃത്തികളാണ് എന്തൊക്കെയായിരുന്നു? ശരിയായ അറിവ്, വിപരീതമായിട്ടുള്ള ജ്ഞാനം, ഓർമ്മ, ഉറക്കം, ഇവയെല്ലാം ബുദ്ധിയുടെ വൃത്തികളാണ്. ഈ ബുദ്ധിയുടെ ദേവത ആരാണെന്നറിയണ്ടേ? പ്രത്യുപ്നനാണ് ബുദ്ധിയുടെ. ഈ പ്രത്യുപ്നൻ ആരാണ്? ഭഗവാന്റെ മകനാണ്. പ്രത്യുപ്നനാണ് ബുദ്ധിയുടെ ദേവത. അപ്പോൾ ഈ ഓരോ ദേവതയെക്കുറിച്ചും വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഞാൻ ഈ പറയുന്നത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കാൻ പറ്റാത്തവർ എഴുതി വെക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ബുദ്ധിയുടെ ദേവത പ്രത്യുപ്നനാണ്. മനസ്സിന്റെ ദേവത അനിരുദ്ധനാണ്. ചിത്തത്തിന്റെ ദേവത ഭഗവാൻ ശ്രീ വാസുദേവനാണ്. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും രജോ ഗുണ അഹങ്കാരത്തിൽ നിന്നും ഉണ്ടായതാണ്. അപ്പോൾ രജോ ഗുണത്തിൽ നിന്നാണ് ബുദ്ധി ഉണ്ടായത്. അതുപോലെ തന്നെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായതും രജോ ഗുണത്തിൽ നിന്നാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് ബുദ്ധിയിൽ നിന്നും കർമ്മേന്ദ്രിയങ്ങൾക്ക് പ്രാണനിൽ നിന്നുമാണ് ശക്തി ലഭിക്കുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് ബുദ്ധിയിൽ നിന്നും കർമ്മേന്ദ്രിയങ്ങൾക്ക് പ്രാണനിൽ നിന്നും ശക്തി ലഭിക്കുന്നു. ഇപ്പം കർമ്മേന്ദ്രിയങ്ങൾ ആണ് കയ്യ്, വാക്ക്, അങ്ങനെയൊക്കെയുള്ള കാല് തുടങ്ങിയ അവയവങ്ങൾ. ഇത് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പ്രാണൻ വേണം. അതുകൊണ്ടാണ് ഇത് കർമ്മേന്ദ്രിയങ്ങൾക്ക് പ്രാണനിൽ നിന്ന് ശക്തി ലഭിക്കുന്നു, ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് ബുദ്ധിയിൽ നിന്ന് ശക്തി ലഭിക്കുന്നു. ബുദ്ധി പ്രവർത്തിക്കണമെങ്കിൽ മനസ്സ് നന്നായിരിക്കണം. മനസ്സ് നന്നായിരിക്കണമെങ്കിൽ ശരീരം പുഷ്ടിയായിട്ടിരിക്കണം. ശരീരം പുഷ്ടിയായിട്ടിരിക്കണമെങ്കിൽ ആഹാരം കഴിക്കണം. അപ്പോൾ ശരീര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് ശരീരം, ചിത്തം, ബുദ്ധി, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, ഇവയെല്ലാം. അപ്പോൾ കർമ്മേന്ദ്രിയങ്ങൾക്ക് പ്രാണനിൽ നിന്നാണ് ശക്തി കിട്ടുന്നത്. പ്രാണൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കർമ്മേന്ദ്രിയങ്ങളോ ജ്ഞാനേന്ദ്രിയങ്ങളോ പ്രവർത്തിക്കുമോ? പ്രാണൻ നഷ്ടപ്പെടുന്ന എപ്പോഴാണ്? അതിൽ നിന്ന് ആത്മാവ് പടിയിറങ്ങുമ്പോൾ. അപ്പോൾ കർമ്മേന്ദ്രിയങ്ങളുണ്ട്, ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, പഞ്ചഭൂതങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിൽ പ്രാണനെ പ്രവർത്തിപ്പിച്ച് ഇവയെല്ലാം പ്രവർത്തന നിരതമാക്കണമെങ്കിൽ അതിന്റെ എല്ലാം ഉപരിയായി നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ക്ഷേത്രജ്ഞനായ ആ ചിത്തത്തിനെ ഉറപ്പിച്ചു നിർത്തുന്ന ഭഗവാൻ വേണം. വീണ്ടും വീണ്ടും ഞാനിത് ആവർത്തിക്കുകയാണ്. പ്രാണനും ബുദ്ധിയും രജോ ഗുണ അഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് മുമ്പ് ഞാൻ പറഞ്ഞു. അപ്പോൾ ചിത്തത്തിന്റെ ദേവതയാണ് നമ്മൾ ക്ഷേത്രജ്ഞനായി പറയുന്നത്. അഹങ്കാരത്തിന്റെ ദേവതയെ രുദ്രനായും ബുദ്ധിയുടെ ദേവതയെ ബ്രഹ്മാവായും മനസ്സിന്റെ ദേവതയെ ചന്ദ്രനായും പറയാറുണ്ട്. ഇതും പ്രത്യേകം നോട്ട് ചെയ്യുക. ചിത്തത്തിന്റെ ദേവതയെ ക്ഷേത്രജ്ഞനായ ശ്രീ വാസുദേവനായ ശ്രീകൃഷ്ണ പരമാത്മാവായി നമ്മൾ പറയുന്നു. അതാണ് പറയുകയല്ല, അതാണ് സത്യം. നമ്മുടെ ഉള്ളിൽ നിന്ന് പരമാത്മ ചൈതന്യമായ ശ്രീകൃഷ്ണൻ ഇറങ്ങുമ്പോഴാണ് നമ്മളെല്ലാം ജഡമായി പോകുന്നത്. നമ്മൾ അദ്ദേഹത്തിലേക്ക് തന്നെയാണ് ചെന്ന് ചേരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ത്രിമൂർത്തികൾ ആണ് നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. നമ്മളിവിടെ നിലനിൽക്കാൻ സഹായിക്കുന്നത് ആരാണ്? വിഷ്ണുവാണ്. ആ വിഷ്ണുവാണ് നമ്മുടെ ഉള്ളിൽ ശ്രീകൃഷ്ണനായി കുടികൊള്ളുന്ന, ഈ ബ്രഹ്മ ചൈതന്യമായി കുടികൊള്ളുന്ന ക്ഷേത്രജ്ഞൻ. അതാണ് ആത്മാവ്. മനസ്സിലായില്ലേ? അതാണ് നമ്മളെ ഇവിടെ നിലനിൽക്കാൻ സഹായിക്കുന്നത്. എന്നാൽ ചിത്തത്തിന്റെ ദേവതയാണ് ക്ഷേത്രജ്ഞൻ എന്നറിയപ്പെടുന്ന ഭഗവാൻ. അഹങ്കാര തത്വത്തിന്റെ ദേവതയാണ് രുദ്രൻ. അഹംബോധത്തിന്റെ, ഞാൻ എന്ന് ഇവിടെ ജീവിക്കുന്നു എന്ന ആ അഹംബോധത്തിന്റെ ദേവതയാണ് രുദ്രൻ. അപ്പോൾ വിഷ്ണുവായി, രുദ്രനായി. പിന്നെയോ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കണ്ടേ ശരീരത്തിന്? ആ ബുദ്ധിയുടെ ദേവതയാണ് ബ്രഹ്മദേവൻ. അപ്പോൾ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ 3 പേരും ഒരു ശരീരത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിന്റെ ദേവതയാണ് ചന്ദ്രൻ. മനസ്സിന്റെ ദേവതയായിട്ട് ഭഗവാൻ ചന്ദ്രനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം വിരാട് പുരുഷന്റെ ശരീരത്തിലേക്ക് ഈ ദേവതകളെല്ലാം പ്രവേശിക്കുമ്പോഴാണ് വിരാട് സ്വരൂപൻ ഇന്ദ്രിയങ്ങൾ ഉണ്ടാവുകയും അതിലൂടെ ഓരോ ഇവിടെ ഈ ബ്രഹ്മാണ്ടത്തിലെ ജീവജാലങ്ങൾക്കെല്ലാം ജീവൻ കൊടുക്കുകയും ചെയ്യുന്നത്.
ഈശ്വരശക്തിയാകുന്ന കാലത്തിന്റെ പ്രേരണ കൊണ്ട് വികാരം പ്രാപിച്ച തമോ ഗുണ അഹങ്കാരത്തിൽ നിന്ന് ശബ്ദവും, ശബ്ദത്തിൽ നിന്ന് ആകാശവും ഉണ്ടായി. ഇനിയുള്ള ഭാഗം വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഇത്രയും ശ്രദ്ധിച്ചതിൽ നിന്ന് കുറച്ചും കൂടി ശ്രദ്ധയോടെ കേൾക്കുക. ഈശ്വരശക്തിയാകുന്ന കാലം, ഞാൻ പറഞ്ഞു, ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ആത്മാവ് പ്രവർത്തിക്കുന്ന ഒരു ശരീരം, ജീവനോടെ ഇരിക്കുന്ന ശരീരം നമ്മൾ പറയും കാലം എന്ന്. പുറമേ കാലം, കാലത്തിന്റെ പ്രയാണം. അപ്പോൾ ഭഗവാൻ പുറമേ വരുമ്പോൾ കാലവും, ഉള്ളിൽ വരുമ്പോൾ ആത്മാവും. അപ്പോൾ ഈശ്വരശക്തിയാകുന്ന കാലത്തിന്റെ പ്രേരണ കൊണ്ട് വികാരം പ്രാപിച്ച, മാറ്റം പ്രാപിച്ച തമോ ഗുണ അഹങ്കാരത്തിൽ നിന്ന്, അപ്പൊ രജോ ഗുണവും സത്വഗുണവും നമ്മൾ ആദ്യം പറഞ്ഞു. എങ്ങനെയാണ് സത്വഗുണത്തിൽ നിന്ന് എന്തുണ്ടായി, രജോ ഗുണത്തിൽ നിന്ന് എന്തുണ്ടായി എന്നൊക്കെ നമ്മളിപ്പോ പറഞ്ഞു. ഇനിയും തമോ ഗുണത്തിൽ നിന്ന്, ആ തമോ ഗുണ അഹങ്കാരത്തിൽ നിന്ന് ശബ്ദവും, ശബ്ദത്തിൽ നിന്ന് ആകാശവും ഉണ്ടായി. അപ്പോൾ ആദ്യം ഉണ്ടായത് ശബ്ദം, ശബ്ദത്തിൽ നിന്ന് ആകാശമുണ്ടായി. എന്നിട്ട് ഈ ശബ്ദത്തെ കേൾക്കണ്ടേ? അത് എന്തുകൊണ്ടാണ് കേൾക്കുന്നത്? കാതാകുന്ന ഇന്ദ്രിയം കൊണ്ടാണ് നമ്മൾ ശബ്ദത്തെ ഗ്രഹിക്കുന്നത്. കാലശക്തിയുടെ പ്രേരണ കൊണ്ട് വികാരം പ്രാപിച്ച ആകാശത്തിൽ നിന്ന് സ്പർശവും, അതിൽ നിന്ന് വായുവും ഉണ്ടായി. ആദ്യം ശബ്ദമുണ്ടായി, അത് ആകാശത്തിൽ നിന്നാണ് ശബ്ദമുണ്ടായത്. അതിനുശേഷം ആ ആകാശം വികാരം പ്രാപിച്ച് സ്പർശമുണ്ടാകുന്നു. അങ്ങനെ ആ സ്പർശത്തിലൂടെ വായു ഉണ്ടായി. ആ സ്പർശത്തിൽ നിന്ന് വായു ഉണ്ടായി. അപ്പോൾ ആകാശമുണ്ടായി, വായു ഉണ്ടായി. വായുവിനെ നമ്മൾ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? ത്വക്കാകുന്ന ഇന്ദ്രിയം കൊണ്ടാണ് നമ്മൾ ആ സ്പർശത്തെ, വായുവിന്റെ ആ ഘടകമായ സ്പർശത്തെ അനുഭവിക്കുന്ന ത്വക്കിലൂടെ. കാലത്താൽ പ്രേരിപ്പിക്കപ്പെട്ട വായുവിൽ നിന്ന് രൂപമുണ്ടായി. അപ്പോൾ ആദ്യം ആകാശം, അതിൽ നിന്ന് ശബ്ദം, രണ്ടാമതുണ്ടായത് സ്പർശം, സ്പർശത്തിൽ നിന്ന് വായു. ഇനി വായുവിൽ നിന്ന് ആ സ്പർശത്തെ പ്രേരിപ്പിച്ച്, അതായത് വായുവിൽ വികാരസ്പർശം ഉണ്ടായതിനു ശേഷം, മാറ്റമുണ്ടായതിനു ശേഷം രൂപമുണ്ടായി. രൂപത്തിൽ നിന്ന് എന്തുണ്ടായി? അഗ്നി ഉണ്ടായി. അപ്പൊ രൂപത്തിന്റെ ഘടകമാണ് അഗ്നി ഉണ്ടായി. ആ രൂപത്തെ ഗ്രഹിക്കുന്നത് ഏത് ഇന്ദ്രിയമാണ്? കണ്ണ്. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇത്ര വിശദമായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓരോന്നും സ്പർശം പ്രകൃതിയിലുണ്ടായ പഞ്ചഭൂതങ്ങളാണ്. വായു, അതിനെ അറിയുവാൻ നമ്മുടെ ശരീരത്തിലുള്ള ഇന്ദ്രിയമാണ് ത്വക്ക്. അഗ്നിയാകുന്ന രൂപത്തെ അറിയുവാനുള്ള നമ്മുടെ ഇന്ദ്രിയമാണ് കണ്ണ്. ശബ്ദമാകുന്ന ആകാശത്തെ അനുഭവിക്കുവാനാണ് കാത്. അപ്പോൾ ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും, പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും തമ്മിൽ വളരെ ഗാഢമായ ബന്ധമാണ് കിടക്കുന്നത്. അല്ലാതെ വെറുതെ ഒരു ശരീരത്തിൽ കണ്ണും കാതും മൂക്കും ത്വക്കും അല്ല ഉണ്ടായിരിക്കുന്നത്. ഇത് പ്രകൃതിയോട്, പ്രപഞ്ച ഘടകത്തോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ മനുഷ്യ ശരീരത്തെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ നിഷ്കരണം, വെട്ടിയും കൊലപ്പെടുത്തിയും അപകടപ്പെടുത്തിയും നമ്മൾ തന്നെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എത്രയോ ശ്രേഷ്ഠമായ, എത്രയോ ഘടകങ്ങൾ ചേർന്ന ഉന്നതമായ സൃഷ്ടിയാണ്. ഓരോ ദേവതയുമാണ് ഓരോ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാനം ആയിട്ട് നമ്മളെ ഇവിടെ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ഇത് വല്ലതും അറിഞ്ഞിട്ടാണോ ഈ മനുഷ്യരിങ്ങനെ കിടന്ന് കിട്ടിയിരിക്കുന്ന ശരീരത്തെ ലഹരി ഉപയോഗിച്ച് നശിപ്പിക്കുകയും അനാശാസ്യ ജീവിതത്തിലൂടെ ആരോഗ്യം നഷ്ടപ്പെടുത്തി പ്രാണനെ കഷ്ടപ്പെടുത്തുന്നതും ഇന്ദ്രിയങ്ങളെ വിഷമിപ്പിക്കുന്നതും? ഇത് മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച് പഠിക്കാൻ എത്രയെത്ര ജന്മങ്ങളാണ് ഒരു മനുഷ്യന് വേണ്ടത്. ഇത് ഈ പറയുന്ന കാര്യങ്ങൾ, ഈ ഘടകങ്ങൾ, 24 ഘടകങ്ങൾ ചേർന്ന് പ്രപഞ്ചമുണ്ടായത്. ആ 24 ഘടകങ്ങളും ചേർന്നാണ് ഓരോ മനുഷ്യ സൃഷ്ടിയും ഉണ്ടായിരിക്കുന്നത്. ഈ തത്വങ്ങളൊന്ന് മനസ്സിലാക്കുക, ഒന്ന് ഉൾക്കൊള്ളുക. അപ്പോൾ നൂറ്റാണ്ടുകളോ അനേകം ജന്മങ്ങളോ വേണ്ട, ഈ ജന്മത്തിൽ, ഈ ദിവസം തന്നെ ഇത് മനസ്സിലാകും. അത്ര ലളിതമായിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഇത് മനസ്സിലാക്കുവാൻ ജന്മങ്ങളൊന്നും എടുക്കേണ്ടി വരില്ല. അപ്പോൾ രൂപത്തിൽ നിന്ന് അഗ്നിയുണ്ടായി. രൂപത്തെ ഗ്രഹിക്കുന്നത് കണ്ണാകുന്ന ഇന്ദ്രിയം കൊണ്ടാണ്. കാലസ്വരൂപനായ ഈശ്വരന്റെ പ്രേരണ കൊണ്ട് അഗ്നിയിൽ നിന്ന് രസവും, രസത്തിൽ നിന്ന് ജലവും ഉണ്ടായി. അപ്പോൾ അഗ്നിയിൽ നിന്ന് രസത്തിന്റെ ഘടകമാണ് ജലം.
ഉണ്ടായി. നാവാകുന്ന ഇന്ദ്രിയത്താലാണ് ആ രസത്തെ നാം നുണയുന്നത്. അപ്പോൾ ജലത്തിന്റെ സൂക്ഷ്മഭാവമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന നാവ്. ജലമാകുന്ന ഘടകത്തിനെ ശരീരമാകുന്ന ആ തന്മാത്ര കൊണ്ട് അറിയുവാനാണ് എന്തുപയോഗിക്കുന്നത്? നാവ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിലെ ഈ പഞ്ചഭൂതങ്ങളും പഞ്ചഭൂതങ്ങളും നമ്മുടെ ശരീരവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ അതിന്റെ ആ ഓരോ പ്രപഞ്ചത്തിലെ ഓരോ അടിസ്ഥാന ഘടകത്തെയും അറിയുവാനുള്ള നമ്മുടെ ഓരോരോ അവയവങ്ങള്, സത്യം പറഞ്ഞ ജാലകങ്ങളെന്ന് പറഞ്ഞാലും ശരിയാത്തില്ല. ശരീരം പ്രപഞ്ചത്തിലേക്ക് തുറന്നു വയ്ക്കുന്നത് ഈ ഇന്ദ്രിയങ്ങളാകുന്ന ജാലകങ്ങളിലൂടെയാണ്. ഈ മഹത്തായ പ്രപഞ്ച ഘടനയെ നാം അനുഭവിക്കുന്നത് പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെയാണ്. അതിനുള്ള ഓരോരോ അവയവങ്ങളാണ് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും എല്ലാം. അപ്പോൾ നാവാകുന്ന ഇന്ദ്രിയത്താലാണ് രസത്തെ അറിയുന്നത്. ജലത്തിൽ നിന്ന് കാലത്തിന്റെ പ്രേരണയാൽ ഗന്ധം ഉണ്ടാകുന്നു. ഗന്ധത്തിൽ നിന്ന് ഭൂമിയുണ്ടായി. അപ്പോൾ അവസാനം ഉണ്ടായതാണ് ഗന്ധം. അതിൽ നിന്ന് ഭൂമിയുണ്ടായി. മൂക്കാകുന്ന ഇന്ദ്രിയം കൊണ്ടാണ് ഗന്ധത്തെ അറിയുന്നത്. ആകാശത്തിന്റെ ഗുണമായ ശബ്ദത്തെ കാതുകൊണ്ടും വായുവിന്റെ ഗുണമായ സ്പർശത്തെ ത്വക്കുകൊണ്ടും അഗ്നിയുടെ ഗുണമായ രൂപത്തെ കണ്ണുകൊണ്ടും ജലത്തിന്റെ ഗുണമായ രസത്തെ നാവുകൊണ്ടും ഭൂമിയുടെ ഗുണമായ ഗന്ധത്തെ മൂക്കുകൊണ്ടും നമ്മൾ അറിയുന്നു. ആകാശത്തിൽ ശബ്ദം മാത്രവും വായുവിൽ ശബ്ദവും സ്പർശവും അഗ്നിയിൽ ശബ്ദവും സ്പർശവും രൂപവും ജലത്തിൽ ശബ്ദം സ്പർശം രൂപം രസം എന്നിവയും ഭൂമിയിൽ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ 5 ഗുണങ്ങളും കാണപ്പെടുന്നു. അപ്പോൾ വായുവിൽ ശബ്ദം, ആകാശത്തിൽ ശബ്ദം മാത്രം, ആദ്യത്തെ ഘടകമായ ആകാശത്തിൽ ശബ്ദം മാത്രം, വായുവിൽ ശബ്ദവും സ്പർശവുമുണ്ട്, അഗ്നിയിൽ ശബ്ദവും സ്പർശവും രൂപവുമുണ്ട്, ജലത്തിൽ ശബ്ദസ്പർശ രൂപ രസമുണ്ട്, ഭൂമിയിൽ വരുമ്പോഴോ ശബ്ദസ്പർശ രൂപ രസ ഗന്ധം. ഈ 5 ഘടകങ്ങളും ഭൂമിയിൽ ജീവിക്കുന്ന ജീവികൾക്കുണ്ട്. എന്നീ 5 ഗുണങ്ങളും ഭൂമിയിൽ കാണപ്പെടുന്നു. മഹത്തത്വം മുതൽ ഭൂമി വരെയുള്ള തത്വങ്ങളെല്ലാം ഉണ്ടായിട്ടും അവ തമ്മിൽ യോജിക്കാതെ മഹത്തത്വം, അഹങ്കാരതത്വം, ചിത്തം ഇങ്ങനെ തുടങ്ങി 24 ഘടകങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഈ തത്വങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും അവ പരസ്പരം യോജിക്കാതെ വേർതിരിഞ്ഞു നിന്നതിനാൽ കാലം, കർമ്മം, സത്വാദി ഗുണങ്ങൾ എന്നിവയോടുകൂടിയ ഈശ്വരൻ, കാലത്തിലൂടെയാണ് പ്രപഞ്ച സൃഷ്ടി മുന്നോട്ട് പോകുന്നത്. കർമ്മം ചെയ്യാതെ ഒരു ജീവിക്കും പറ്റുകയില്ല. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളാണ് വ്യത്യസ്തമായ കർമ്മങ്ങളിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. ഇവയോടുകൂടിയ ഈശ്വരൻ ആ തത്വങ്ങളിലേക്ക് പ്രവേശിച്ചു. ഈ വേർതിരിഞ്ഞു നിൽക്കുന്ന 24 ഘടകങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു വളരെ വിശദമായിട്ട്. അതിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു. അപ്പോഴാണ് അവയെല്ലാം കൂടി യോജിച്ച് ബ്രഹ്മാണ്ഡമായി തീർന്നത്. അപ്പോൾ ബ്രഹ്മാണ്ഡമായി മാറി. അപ്പോൾ ഒരു ബ്രഹ്മമാകുന്ന അണ്ഡമായി 24 തത്വങ്ങളും കൂടി മാറി. 24 തത്വങ്ങളും പരസ്പരം വിയോജിച്ചിരുന്നപ്പോൾ അതിലേക്ക് ജീവനാകുന്ന ബ്രഹ്മം പ്രവേശിച്ചു. 50 കോടി യോജന വിസ്താരമുണ്ട് ഭൂമിക്ക്. ഇനിയും ഓരോന്നിന്റെയും വലിപ്പം പറയുകയാണ്. ഇത് ഭാഗവതത്തിൽ 3ാം സ്കന്ധത്തിലുണ്ട്, 26ാമത്തെ അധ്യായത്തിൽ. ഇത് വല്ലതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നേരത്തെ? ഉള്ളവർക്ക് വളരെ സന്തോഷം അവർ പഠിച്ചത്, മനസ്സിലാക്കിയത്. ഇനിയും അറിയാത്തവരിത് ശ്രദ്ധിക്കുക. 50 കോടി യോജന വിസ്താരമുണ്ട് ഭൂമിക്ക്. 50 കോടി, അതിന്റെ 10 ഇരട്ടി, അപ്പോൾ 500 കോടി. 50ന്റെ 10 ഇരട്ടിയാണല്ലോ 500 കോടി. 500 കോടി യോജന ജലത്തിനുണ്ട്. അപ്പോൾ ഏറ്റവും ചെറുത് ഏതായിരുന്നു? 50 കോടി യോജന വിസ്താരമാണ്, ഭൂമിയാണ് ഏറ്റവും ചെറുത്. അതിന് 50 കോടിയേ ഉള്ളൂ. അതിന്റെ 10 ഇരട്ടി വലിപ്പം ജലത്തിനുണ്ട്. ആ ജലത്തിന്റെ ഈ 500 കോടിയുടെ 10 ഇരട്ടി വരുമ്പോൾ അതെത്രയാണെന്ന് കണക്ക് കൂട്ടണം. അപ്പോൾ അതിന്റെ അത്രയും ആ 500 കോടിയുടെ 10 ഇരട്ടി വലിപ്പം അഗ്നിക്കുണ്ട്. അഗ്നിയുടെ 10 ഇരട്ടി വലിപ്പം വായുവിനുണ്ട്. അപ്പോൾ ഭൂമിയാണ് ഏറ്റവും ചെറുത്. അതിന് ആ ഭൂമിയുടെ 50 കോടി വിസ്താരമാണ് ഭൂമിക്കുള്ളത്.
അതിന്റെ 10 ഇരട്ടി ജലത്തിനുണ്ട്. ജലത്തിന്റെ 10 ഇരട്ടി യോജന വലിപ്പമാണ് അഗ്നിക്ക്. അഗ്നിയുടെ 10 ഇരട്ടി വലിപ്പമാണ് 10 ഇരട്ടി യോജന വലിപ്പമാണ് വായുവിന്. വായുവിന്റെ 10 ഇരട്ടി വലിപ്പം ആകാശത്തിനുണ്ട്. ആകാശത്തേക്കാൾ 10 ഇരട്ടി വലിപ്പം ആണ് അഹങ്കാര തത്വത്തിന്. അഹങ്കാര തത്വത്തിന്റെ ദേവനാണ് രുദ്രദേവൻ ശിവഭഗവാൻ. അഹങ്കാര തത്വത്തെക്കാൾ 10 ഇരട്ടിയാണ് മഹത്തത്വത്തിന്റെ വലിപ്പം. അപ്പോൾ മഹത്തത്വമാണ് പ്രപഞ്ച സൃഷ്ടിക്ക് പ്രകൃതി സ്വീകരിച്ചിരിക്കുന്ന തത്വം. ജലം ഭൂമിയെയും അഗ്നി ജലത്തെയും വായു അഗ്നിയെയും ആകാശം വായുവിനെയും അഹങ്കാരം ആകാശത്തെയും മഹത്തത്വം അഹങ്കാരത്തെയും പ്രകൃതി മഹത്തത്വത്തെയും ആവരണം ചെയ്തിരിക്കുന്നു. ഇത് താഴെ നിന്ന് മേലിലേക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മുകളിൽ നിന്ന് പറഞ്ഞാൽ ബ്രഹ്മം, പ്രകൃതി, മഹത്തത്വം, അഹങ്കാരതത്വം, പിന്നെ പഞ്ചഭൂതങ്ങൾ, അങ്ങനെയാണ് പോകുന്നത്. ഇത് താഴെ നിന്ന് നമ്മൾ പറയുമ്പോൾ ജലം ഭൂമിയെയും അഗ്നി ജലത്തെയും വായു അഗ്നിയെയും ആകാശം വായുവിനെയും അഹങ്കാരം ആകാശത്തെയും മഹത്തത്വം അഹങ്കാരത്തെയും പ്രകൃതി മഹത്തത്വത്തെയും ആവരണം ചെയ്തിരിക്കുന്നു. പ്രകൃതി മഹത്തത്വം അഹങ്കാരം ആകാശം വായു അഗ്നി ജലം ഭൂമി ഇവയെല്ലാം കൂടിച്ചേർന്നാണ് ബ്രഹ്മാണ്ഡമായി തീർന്നിരിക്കുന്നത്. ഏറ്റവും മുകളിൽ നിന്ന് പറഞ്ഞാൽ പ്രകൃതി, പിന്നീട് മഹത്തത്വം അഹങ്കാരതത്വം ആകാശം വായു അഗ്നി ജലം ഭൂമി പഞ്ചഭൂതങ്ങൾ ഇവയെല്ലാം കൂടിച്ചേർന്നതാണ് ബ്രഹ്മാണ്ഡം. അപ്പോൾ ബ്രഹ്മാണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ ഈ തത്വങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ബ്രഹ്മാണ്ഡത്തിലൂടെ പ്രകടമായി തീരുന്ന പരമാത്മാവിനെയാണ് വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രഹ്മാണ്ഡത്തിലൂടെ കാണപ്പെടുന്ന പരമ്പൊരുളായ പ്രകടമായി തോന്നുന്ന പരമ്പൊരുളിനെയാണ്. പ്രകടമായി എവിടാ തോന്നുന്നത്? ഇവിടുത്തെ ജീവജാലങ്ങളായിട്ടാണ് തോന്നുന്നത്. ഈ ബ്രഹ്മാണ്ഡത്തിൽ നാം കാണുന്ന വിരാട് പുരുഷനാണ് ഇവിടെ കാണുന്ന നാം ഉൾപ്പെടുന്ന ജീവജാലങ്ങൾ. ആ ജീവജാലങ്ങൾ പ്രകടമാകുന്ന പരമാത്മാവിനെയാണ് വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. കാരണജലത്തിൽ പൊന്തിക്കിടക്കുന്ന ബ്രഹ്മാണ്ഡത്തിൽ, അപ്പോൾ ഈ ബ്രഹ്മാണ്ഡം ഉണ്ടായി, അത് കാരണജലത്തിൽ ഇങ്ങനെ പൊന്തിക്കിടക്കുകയാണ് ആ അണ്ഡം. ഈ 24 ഘടകങ്ങളും ചേരുന്ന അണ്ഡം. ആ പൊന്തിക്കിടക്കുന്ന അണ്ഡത്തിൽ ബ്രഹ്മാണ്ഡത്തിൽ പ്രവേശിച്ച് വിരാട് സ്വരൂപിയായ ഭഗവാൻ ഇന്ദ്രിയദ്വാരങ്ങളെ സൃഷ്ടിച്ചു. അപ്പോൾ ആ ബ്രഹ്മാണ്ഡം കൂടിച്ചേരുവാൻ കാരണം ഭഗവാനാണ്. അതിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു. ആ പ്രവേശിച്ച ഭഗവാൻ എന്തു ചെയ്തു? വിരാട് സ്വരൂപിയായ ഭഗവാൻ ഇന്ദ്രിയദ്വാരങ്ങളെ സൃഷ്ടിച്ചു. ഇന്ദ്രിയങ്ങൾ വേണ്ട ഇതിനെ അനുഭവിക്കാൻ. ഈ പ്രകൃതിയെ 24 ഘടകങ്ങളെ അനുഭവിക്കുവാൻ ഓരോ വ്യക്തിക്കും ഇന്ദ്രിയങ്ങൾ വേണം. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഇന്ദ്രിയങ്ങൾക്കെല്ലാം അധിഷ്ഠാന ദേവതകളുണ്ട്. വെറുതെ ഒരു കണ്ണോ മൂക്കോ തൊക്കോ നാവോ ഒന്നും അല്ല നമുക്കുള്ളത്. അതെല്ലാം അധിഷ്ഠാന ദേവതകൾക്ക് പ്രകൃതിയോട് ചേരുവാനുള്ള ആ ഒരു ജാലകങ്ങളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. അങ്ങനെ വിരാട് സ്വരൂപനായ ഭഗവാൻ ഇന്ദ്രിയ ദ്വാരങ്ങളെ ഈ ബ്രഹ്മാണ്ഡത്തിന് വേണ്ടി സൃഷ്ടിച്ചു. കാരണജലത്തിൽ പൊന്തിക്കിടന്ന ആ ബ്രഹ്മാണ്ഡത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ചിട്ട് ഇന്ദ്രിയ ദ്വാരങ്ങളെ സൃഷ്ടിച്ചു. വിരാട് പുരുഷന് അങ്ങനെ ആദ്യമായി അതിലേക്ക് പ്രവേശിച്ച ആ ഭഗവാൻ ആദ്യമായിട്ട് ഇന്ദ്രിയങ്ങൾ വേണ്ടേ? അതിനാദ്യം എന്ത് വേണം? ആദ്യമായി വായയുണ്ടായി. വിരാട് പുരുഷൻ ആദ്യമായി അങ്ങനെ വായയുണ്ടായി. സംസാരിക്കാൻ നാവ് ഒക്കെ വേണ്ടേ? വായിൽ നിന്ന് വാക്കാകുന്ന ഇന്ദ്രിയവും ഉണ്ടായി. അപ്പോൾ ആദ്യമുണ്ടായത് വായാണ്. വിരാട് സ്വരൂപൻ ഈ ബ്രഹ്മാണ്ഡമാകുന്ന അണ്ഡത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഈ 24 ഘടകങ്ങളും അനുഭവിക്കുവാൻ ഇന്ദ്രിയങ്ങളെ സൃഷ്ടിക്കുന്നു. ആദ്യമുണ്ടായ ഇന്ദ്രിയം വായയാണ്. വായിൽ നിന്ന് വാക്കുണ്ടായി. ആ വാക്കാകുന്ന ഇന്ദ്രിയമുണ്ടായി. വാക്കിന്റെ അധിഷ്ഠാന ദേവതയായ അഗ്നിയും ഉണ്ടായി. പഞ്ചഭൂതങ്ങളിൽ ഒന്നാണല്ലോ അഗ്നി. അപ്പോൾ വാക്കിന്റെ അധിഷ്ഠാന ദേവതയാണ് അഗ്നി. ഇതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് മനസ്സിലാക്കുക. അഗ്നി ഉണ്ടായി. അനന്തരം അതിനുശേഷം വിരാട് പുരുഷന് നാസികാദ്വാരങ്ങളും അവയിൽ നിന്ന് പ്രാണനോട് കൂടി ചേർന്ന ഘ്രാണേന്ദ്രിയവും ഉണ്ടായി. മൂക്ക് ഉണ്ടായി. അതിനുശേഷം അവയിൽ നിന്ന്
അതിനുശേഷം ഘ്രാണേന്ദ്രിയത്തിൽ നിന്ന് വായു ഉണ്ടായി. അനന്തരം വിരാട് പുരുഷന് കണ്ണുകളുണ്ടായി. കണ്ണിൽ നിന്ന് ചക്ഷുരിന്ദ്രിയം, അതായത് കണ്ണ്, ചക്ഷുരിന്ദ്രിയം, കാഴ്ചയുടെ ഇന്ദ്രിയം കണ്ണിൽ നിന്നുണ്ടായി. ചക്ഷുരിന്ദ്രിയവും സൂര്യനും ഉണ്ടായി. സൂര്യനാണ് വിരാട് പുരുഷന്റെ കണ്ണുകൾ. സൂര്യനെ വിരാട് പുരുഷനാകുന്ന ഭഗവാന്റെ കണ്ണുകളായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. പിന്നീട് വിരാട് പുരുഷന് കാതുകളും ശ്രോത്രേന്ദ്രിയവും ഉണ്ടായി. അത് ദിക്കുകളാകുന്ന ദേവതകളാണ് ആ കാതുകളുടെ അധിഷ്ഠാന ദേവത. വിരാട് പുരുഷന് ത്വക്കുണ്ടായി. അതിൽ നിന്ന് ശരീരത്തിലെയും മുഖത്തെയും രോമങ്ങളും അവയിൽ നിന്ന് വൃക്ഷലതാദികളും ഉണ്ടായി. ആ വിരാട് പുരുഷന്റെ ശരീരഭാഗങ്ങളിലെ രോമങ്ങളാണ് വൃക്ഷലതാദികളായി പുൽക്കൊടികളായി എല്ലാം ഇവിടെ കാണുന്നത്. അപ്പോൾ ഭഗവാനല്ലാതെ ഇവിടെ ഒന്നും കാണാനില്ല. ഇവിടെ എല്ലാം ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നത് ഈ വിരാട് സ്വരൂപം ആണ് ഇവിടെ കാണുന്നതെല്ലാം. നമ്മൾ ചവിട്ടി തേക്കുന്ന പുല്ലും ചവിട്ടി കുഴിക്കുകയും ഉപദ്രവിക്കുകയും മാലിന്യം വലിച്ചെറിയുന്ന മണ്ണും എല്ലാം ഭഗവാന്റെ പാദങ്ങളും ശരീരങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ജീവിക്കുന്ന നാം ഓരോരുത്തരും ഭഗവാനിലാണ് നാം ഈ ജീവിക്കുന്നതെന്നുള്ള ബോധം നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിനെയെല്ലാം മിസ്യൂസ് ചെയ്യുന്നത്. അനന്തരം വിരാട് പുരുഷന് ശിശ്നേന്ദ്രിയങ്ങളും അതിൽ നിന്ന് വീര്യവും ഉണ്ടായി. അതായത് പ്രത്യുൽപാദന അവയവവും അതിൽ നിന്ന് വീര്യമുണ്ടായി. ആ വീര്യമാണ് ജലമായി മാറിയത്. പിന്നീട് വിരാട് പുരുഷന് ഗുദവും അതിൽ നിന്ന് ഉദാനൻ എന്ന് പറയുന്ന പ്രാണനെക്കുറിച്ച് 5 പ്രാണനെക്കുറിച്ച് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപാനനും ലോകങ്ങൾക്ക് ഭയത്തെ ജനിപ്പിക്കുന്നവനുമായ മൃത്യുദേവനും ഉണ്ടായി. അപ്പോൾ ആ ഗുദം എന്ന് പറയുന്ന ഭാഗത്തിന്റെ അധിഷ്ഠാന ദേവതയാണ് അപാനൻ എന്ന പ്രാണവായു ഉണ്ടായി. അതിന്റെ അധിഷ്ഠാന ദേവതയായി മൃത്യുദേവനുണ്ടായി. വിരാട് പുരുഷന് കൈകളും അവയിൽ നിന്ന് ബലവും ഉണ്ടായി. ആ ബലം ആണ് ഇന്ദ്രദേവനാണ് കൈകളുടെയും, അതായത് ഈ കൈകൾ ഗുദം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പ്രത്യുൽപാദന അവയവം, ഇതെല്ലാം കർമ്മേന്ദ്രിയങ്ങളാണ്. ആദ്യം ജ്ഞാനേന്ദ്രിയങ്ങളെ കുറിച്ചാണ് 5 എണ്ണത്തെക്കുറിച്ച് കണ്ണ്, മൂക്ക്, ത്വക്ക് ഒക്കെ പറഞ്ഞത്. പിന്നീട് പറയുന്ന ഈ 5 എണ്ണം കർമ്മേന്ദ്രിയങ്ങളാണ്. നമ്മുടെ കർമ്മം ചെയ്യാനുള്ള കയ്യ്, പ്രത്യുൽപാദന അവയവം, മലദ്വാരം, അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം. വിരാട് പുരുഷന് കൈകളുണ്ടായി, അവയിൽ നിന്ന് ബലവും ഉണ്ടായി. അതിന് ദേവതയാണ് ഇന്ദ്രൻ. വിരാട് പുരുഷന് കാലുകളുണ്ടായി, അവയിൽ നിന്ന് സഞ്ചരിക്കലാകുന്ന പ്രവൃത്തി ഉണ്ടായി. ആ സഞ്ചരിക്കലാകുന്ന കാലുകളുടെ പ്രവൃത്തിയെ നയിക്കുന്ന ദേവനാണ് ഉപേന്ദ്രൻ. അങ്ങനെ ആ ഉപേന്ദ്രൻ എന്ന ദേവനും ജനിച്ചു. വിരാട് പുരുഷന് നാഡികളുണ്ടായി, അവയിൽ നിന്ന് രക്തവും നദികളും ഉത്ഭവിച്ചു. ആ വിരാട് പുരുഷന്റെ നാഡികളാണ് നദികളായി മാറിയതും രക്തമായി നമ്മുടെ ശരീരത്ത് പ്രവർത്തിക്കുന്നതും. നമ്മുടെ ശരീരത്തിൽ സ്മോൾ മോഡലാണ് പ്രപഞ്ചത്തിന്റെ. അപ്പോൾ ശരീരത്തിലെ നദികളാണ് രക്തം. പ്രപഞ്ചത്തിൽ വിരാട് പുരുഷന്റെ ഞരമ്പുകളാണ് നദികൾ. നമ്മുടെ ഞരമ്പുകളിലൂടെ നദിക്ക് പകരം എന്ത് പോകുന്നു? രക്തം കടന്നു പോകുന്നു. വിരാട് പുരുഷനാകുന്ന ഭഗവാന്റെ നാഡിയാകുന്ന ആ നദികളിലൂടെ എന്ത് കടന്നു പോകുന്നു? ജലം കടന്നു പോകുന്നു. പിന്നീട് വിരാട് പുരുഷന് ഉദരമുണ്ടായി, അതിൽ നിന്ന് വിശപ്പും ദാഹവും സമുദ്രവും ഉണ്ടായി. അതാണ് നമ്മുടെ വയറെന്ന് പറയുന്ന ഒരു സമുദ്രമാണ്, ജലമാണ് അതിൽ കിടക്കുന്നത്. വിരാട് പുരുഷന്റെ ഹൃദയം ആണ് പിന്നീടുണ്ടായത്. അതിൽ നിന്ന് മനസ്സും ചന്ദ്രനും ബുദ്ധിയും ബ്രഹ്മാവും ആവിർഭവിച്ചു. ഹൃദയത്തിന്റെ ദേവൻ ആയിട്ട് ചന്ദ്രനെ, അവിടെയാണ് ബുദ്ധിയും ബ്രഹ്മാവും ആവിർഭവിച്ചത്. ഹൃദയത്തിൽ നിന്ന് തന്നെ അഹങ്കാരവും അതിന്റെ അധിഷ്ഠാന ദേവതയായ രുദ്രനും ഉണ്ടായി. വിരാട് പുരുഷന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ പിന്നീട് ചിത്തവും ചിത്തത്തിന്റെ ദേവതയായ ക്ഷേത്രജ്ഞനായ ഭഗവാൻ ശ്രീ നാരായണനായ ശ്രീ വാസുദേവനും ഉണ്ടായി. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ബാക്കി ഉള്ള ഭാഗവും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. അനന്തരം അധിഷ്ഠാന ദേവതകൾ ഓരോരുത്തരായി ഇന്ദ്രിയങ്ങളിൽ പ്രവേശിച്ചു.
വിരാട് പുരുഷനെ ഉണർത്തുവാൻ ശ്രമിച്ചു. അഗ്നി വാഗിന്ദ്രിയത്തോടുകൂടി വായിലും, വായു ഘ്രാണേന്ദ്രിയത്തോടുകൂടി മൂക്കിലും, സൂര്യൻ ചക്ഷുരിന്ദ്രിയത്തോടുകൂടി കണ്ണുകളിലും, ദിഗ്ദേവതകൾ ശ്രോത്രേന്ദ്രിയത്തോടുകൂടി കാതുകളിലും, ഓഷധികൾ അല്ലെങ്കിൽ വൃക്ഷലതാദികൾ രോമങ്ങളോടുകൂടി ത്വക്കിലും പ്രവേശിച്ചു. ജലദേവത വീര്യത്തോടുകൂടി ശിശ്നത്തിലും, മൃത്യുദേവത അപാനനോടുകൂടി ഗുദത്തിലും, ഇന്ദ്രൻ ബലത്തോടുകൂടി കൈകളിലും, ഉപേന്ദ്രൻ സഞ്ചാരത്തോടുകൂടി കാലുകളിലും, നദികൾ രക്തത്തോടുകൂടി നാഡികളിലും, സമുദ്രം വിശപ്പോടും ദാഹത്തോടും കൂടി ഉദരത്തിലും പ്രവേശിച്ചു. മനസ്സോടുകൂടി ചന്ദ്രനും, ബുദ്ധിയോടുകൂടി ബ്രഹ്മാവും, അഹങ്കാരത്തോടുകൂടി രുദ്രനും ഹൃദയത്തിൽ പ്രവേശിച്ചു. എന്നിട്ടും വിരാട് പുരുഷൻ ഉണർന്നെഴുന്നേറ്റില്ല. അവസാനമായി ക്ഷേത്രജ്ഞനായ ആത്മാവ് ചിത്തത്തോടുകൂടി ഹൃദയത്തിൽ പ്രവേശിച്ചു. അപ്പോഴാണ് വിരാട് പുരുഷൻ ജലത്തിൽ നിന്ന് എഴുന്നേറ്റ് പ്രവർത്തന നിരതനായി തീർന്നത്. ഉറങ്ങുന്ന വ്യക്തിയെ ആത്മസാന്നിധ്യമില്ലെങ്കിൽ പ്രാണനോ മനസ്സിനോ ഇന്ദ്രിയങ്ങൾക്കോ ഉണർത്താൻ കഴിയില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഭഗവാനും. ഇത്രയും എല്ലാം ഉണ്ടായിട്ടും ആ വിരാട് സ്വരൂപൻ ഉണരാതെ ഇരുന്നപ്പോൾ ആ വിരാട് സ്വരൂപിന്റെ ഹൃദയത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ചപ്പോഴാണ്, ക്ഷേത്രജ്ഞനായ ആത്മാവ് പ്രവേശിച്ചപ്പോഴാണ് വിരാട് സ്വരൂപൻ ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തന നിരതനായത്. അതുപോലെ 24 ഘടകങ്ങളും അതിന്റെ അധിഷ്ഠാന ദേവതകളും നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിനെ പ്രവർത്തിപ്പിച്ച് ഉണർന്നെഴുന്നേൽപ്പിക്കണമെങ്കിൽ അതിന്റെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിനുള്ളിൽ ഹൃദയാന്തർഭാഗത്ത് ഭഗവാനാകുന്ന ആത്മചൈതന്യമാകുന്ന ആ സത് സ്വരൂപം പ്രവർത്തിക്കണം. അതിനാൽ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ആകാശാദി പഞ്ചഭൂതങ്ങൾ, ശബ്ദാദി വിഷയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നീ 24 തത്വങ്ങളെ ചൈതന്യവത്താക്കി തീർക്കുന്നതും അവയെ സാക്ഷിഭാവത്തിൽ അറിയുന്നതും അതിൽ താനായി വിളങ്ങുന്നതും ക്ഷേത്രജ്ഞനായ ആ ആത്മാവായ ഭഗവാൻ തന്നെയാണെന്ന് തിരിച്ചറിയണം. ഇത് ബുദ്ധി കൊണ്ട് വിചാരം ചെയ്ത് താനാണ് ആ ആത്മചൈതന്യം എന്നിൽ പ്രവേശിച്ചിരിക്കുന്ന, എന്നിൽ തന്നെയാണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്ന് ആണ് സാംഖ്യശാസ്ത്രത്തിലൂടെ ആത്മസാക്ഷാത്കാരത്തിനുള്ള അനുഷ്ഠാനമായി കപില ഭഗവാൻ തന്റെ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഈ തത്വം നമ്മൾ ഓരോരുത്തരും ഇത്രയും ലളിതമായി മനസ്സിലാക്കി അത് ഹൃദയത്തിൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ദേവഹൂതിക്ക് കപില വാസുദേവൻ ഉപദേശിച്ച ആ തത്വം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പ്രതിധ്വനിക്കും. നമുക്ക് ഓരോരുത്തർക്കും ഹൃദയശുദ്ധി ഉണ്ടായി നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ ഞാൻ ശരീരമാണെന്നുള്ള ബോധത്തിൽ നിന്ന് നമ്മൾ വേറിട്ട് പ്രകൃതിയാകുന്ന ശരീരത്തിൽ പുരുഷനാകുന്ന ആത്മചൈതന്യം കുടികൊള്ളുന്നത് കൊണ്ടാണ് ഇവിടെ നാം ജീവിക്കുന്നത് എന്നുള്ള പരമാത്മ ചൈതന്യം മനസ്സിലാക്കുകയും ആ സത്യം മനസ്സിലാക്കുകയും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വര സാക്ഷാത്കാരം സംഭവിച്ചിരിക്കുന്നത്. നാം ഓരോരുത്തരും ഈശ്വരന്മാരാണെന്നുള്ള പരമമായ ആ വെളിച്ചം, ആ ജ്ഞാനം ഓരോരുത്തരുടെ ഉള്ളിൽ നിറദീപത്തോടുകൂടി പ്രകാശിക്കുവാനും തുടങ്ങും. ഇതാണ് കപിലോപദേശത്തിന്റെ പൂർണ്ണമായ സാരം. ഇതെല്ലാവരുടെയും ഹൃദയത്തിലെത്തുവാൻ ശ്രീ കപില വാസുദേവൻ തന്നെ തുണയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സർവകർമ്മങ്ങളും ഭഗവാന്റെയും പ്രകൃതീശ്വരിയായ ദേവിയുടെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ.